അമേരിക്കയിൽ നിന്ന് അനധികൃത കുടിയേറ്റക്കാരായ ഇന്ത്യക്കാരുടെ രണ്ടാം സംഘം ഇന്ന് അമൃത്സറിൽ എത്തും. 119 പേരടങ്ങുന്ന രണ്ടാം സംഘം ഇന്നും നാളെയുമായാണ് എത്തുക. ആദ്യ സംഘത്തിൽ എത്തിയവരുടെ കൈകാലുകളിൽ വിലങ്ങണിയിച്ചിരുന്നത് ഏറെ വിവാദമായിരുന്നു. ഇതിന് പിന്നാലെ നടന്ന മോദി ട്രംപ് കൂടിക്കാഴ്ചയ്ക്കും പിന്നാലെയാണിപ്പോൾ രണ്ടാം സംഘം എത്തുന്നത്. മനു അഖില ചേരുന്നുണ്ട് ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്നും. മനു, ആദ്യ സംഘം എത്തിയത് വലിയ വിവാദമായിരുന്നു. സൈനിക വിമാനത്തിലേക്ക് കുടിയേറ്റക്കാരെ പറഞ്ഞ് ഇന്ത്യയിലേക്ക് അയക്കുന്ന അവസ്ഥ, അതും കുത്തിഞ്ഞെരുക്കി സൈനിക വിമാനത്തിൽ ഇന്ത്യയിലേക്ക് അയക്കുന്ന അവസ്ഥയായിരുന്നു. ഇത്തവണ ഈ പ്രതിഷേധങ്ങളുടെയും വിവാദങ്ങളുടെയും ഒക്കെ പശ്ചാത്തലത്തിൽ കാര്യങ്ങൾക്ക് മാറ്റമുണ്ടാകുമോ? പ്രത്യേകിച്ചും മോദി ട്രംപ് കൂടിക്കാഴ്ച നടന്നതിൻ്റെ പിറ്റേ ദിവസമാണ് കുടിയേറ്റക്കാർ ഇന്ത്യയിലേക്ക് വരുന്നത്. ലക്ഷ്മി, അമേരിക്കയിൽ നിന്ന് നാടുകടത്തപ്പെട്ട അനധികൃത കുടിയേറ്റക്കാരുടെ രണ്ടാം സംഘത്തെയാണ് ഇന്ന് ഇന്ത്യയിലേക്ക് എത്തിക്കുന്നത്. മോദിയുമായുള്ള സന്ദർശനത്തിന് തൊട്ടു പിന്നാലെയാണ് വീണ്ടും ഇന്ത്യൻ കുടിയേറ്റക്കാരുടെ നാടുകടത്തൽ അമേരിക്ക തുടരുന്നത്. ഇന്നും നാളെയുമായി 2 വിമാനങ്ങളിലായാണ് ഈ അനധികൃത കുടിയേറ്റക്കാരെ തിരിച്ചെത്തിക്കണമെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ലക്ഷ്മി പറഞ്ഞ പോലെ തന്നെ സൈനിക വിമാനത്തിൽ തന്നെയായിരിക്കും ഇവരെ തിരിച്ചെത്തിക്കുന്നതാണ് ഇപ്പോൾ ലഭിക്കുന്ന സൂചനകളും. 119 ഇന്ത്യക്കാരുമായുള്ള ആദ്യ വിമാനം ഇന്ന് രാത്രി അമൃത്സറിലേക്ക് എത്തുമെന്നാണ് അമേരിക്ക അറിയിച്ചിട്ടുള്ളത്. ആദ്യ വിമാനത്തിൽ പഞ്ചാബിൽ നിന്നുള്ള 67 പേരും, ഹരിയാനയിൽ നിന്നുള്ള 33 പേരും, ഗുജറാത്തിൽ നിന്നുള്ള 8 പേരും, ഉത്തർപ്രദേശിൽ നിന്നുള്ള 3 പേരും, രാജസ്ഥാൻ, മഹാരാഷ്ട്ര, ഗോവ എന്നിവിടങ്ങളിൽ നിന്നുള്ള 2 പേർ വീതവും, ജമ്മു കാശ്മീർ, ഹിമാചൽ പ്രദേശ് എന്നിവിടങ്ങളിൽ നിന്നുള്ള ഓരോ ആൾക്കാരുമാണ് ഉള്ളത്. ഇന്ന് രാത്രി ഒരു വിമാനവും നാളെ മറ്റൊരു വിമാനവും അമൃത്സറിൽ ലാൻഡ് ചെയ്യുമെന്നാണ് സൂചന. മെക്സിക്കോയിലൂടെയും ഈ അനധികൃതമായ ഡങ്കി റൂട്ടുകളിലൂടെയും അനധികൃതമായി കുടിയേറിയ ആൾക്കാരെയാണ് ഇപ്പോൾ തിരിച്ചയക്കുന്നത്. ഫെബ്രുവരി 5-നായിരുന്നു ആദ്യ സംഘം അമൃത്സറിൽ എത്തിയത്. ആ സംഘത്തിൽ 104 ഇന്ത്യക്കാരാണ് ഉണ്ടായിരുന്നത്. കൈകാലുകൾ ചെങ്ങലിട്ട് ബന്ധിച്ച രീതിയിലായിരുന്നു ഇവരെ തിരിച്ചെത്തിച്ചത്. മനുഷ്യത്വരഹിതമായി തടവുകാരെ പോലെ തിരിച്ചെത്തിച്ച ഈ ഒരു അമേരിക്കൻ നടപടിയിൽ രാജ്യവ്യാപകമായി വിമർശനം ഉൾപ്പെടെ ഉയർന്നിരുന്നു. ഈ പാർലമെന്റിൽ ഉൾപ്പെടെ ഈ വിഷയം ചർച്ചയ്ക്ക് വരികയും കേന്ദ്ര സർക്കാരിൻ്റെ നിഷ്ക്രിയത്വം ചോദ്യം ചെയ്യപ്പെടുകയും ചെയ്തിരുന്നു. എന്നാൽ അമേരിക്കൻ നടപടിയെ സാധൂകരിക്കുന്ന രീതിയിലായിരുന്നു കേന്ദ്ര സർക്കാർ പ്രതികരണം നടത്തിയത്. അനധികൃത കുടിയേറ്റക്കാരെ തിരിച്ചയക്കുന്നത് ആദ്യത്തെ സംഭവമല്ലെന്നും ഇത് അമേരിക്ക സ്വീകരിച്ചത് സ്വാഭാവികമായ നടപടിക്രമമാണെന്നും കേന്ദ്രമന്ത്രി ജയശങ്കർ രാജ്യസഭയിൽ പറഞ്ഞിരുന്നു. സ്ത്രീകളെയും കുട്ടികളെയും വിലങ്ങണിയിച്ചിരുന്നില്ല എന്നുമായിരുന്നു വിദേശകാര്യമന്ത്രി ജയശങ്കറിന്റെ മറുപടി. 487 ഇന്ത്യക്കാരെയാണ് ഇപ്പോൾ അമേരിക്ക നാട് കടത്തുന്നതെന്നാണ് വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കുന്നത്. പ്രധാനമന്ത്രിയുടെ അമേരിക്കൻ സന്ദർശനത്തിൽ ഉൾപ്പെടെ ഈ വിഷയം ശക്തമായി ഉന്നയിക്കണമെന്ന് രാജ്യത്തിന്റെ പല കോണുകളിൽ നിന്നും ആവശ്യം ഉയർന്നിരുന്നു. എന്നാൽ അമേരിക്കൻ സന്ദർശനത്തിലുടനീളം ഇന്ത്യക്കാരെ ചങ്ങലയിട്ട് കൊണ്ടുവന്ന ഈ US നടപടിയെക്കുറിച്ച് പ്രധാനമന്ത്രി വിദേശകാര്യ മന്ത്രാലയമോ ഒന്നും മിണ്ടാൻ തയ്യാറായിരുന്നില്ല. തിരിച്ചെത്തുന്ന അനധികൃത കുടിയേറ്റക്കാരെ സ്വീകരിക്കുമെന്ന് മാത്രമായിരുന്നു മോദി പറഞ്ഞത്. ഇതിന് പിന്നാലെ അനധികൃത കുടിയേറ്റക്കാരുമായുള്ള US വിമാനം പഞ്ചാബിൽ ഇറങ്ങുന്നതിനെതിരെ പഞ്ചാബ് സർക്കാരും രംഗത്തെത്തിയിരുന്നു. പഞ്ചാബിനെ മനഃപൂർവ്വം അപകീർത്തിപ്പെടുത്താനുള്ള ഗൂഢശ്രമമാണ് ഇതിന് പിന്നിലെന്നായിരുന്നു പഞ്ചാബ് സർക്കാരിൻ്റെ ആരോപണം. US നാട് കടത്തുന്നവരിൽ മറ്റ് സംസ്ഥാനക്കാരും ഉണ്ടെന്നിരിക്കെ എന്തുകൊണ്ടാണ് പഞ്ചാബിൽ മാത്രം ഈ വിമാനം ഇറക്കുന്നതെന്നായിരുന്നു മുഖ്യമന്ത്രി ഭഗവത് സിംഗ് മാൻ്റെ ചോദ്യം. എന്തായാലും മോദിയുടെ അമേരിക്കൻ സന്ദർശനം പൂർത്തിയായി മടങ്ങിയെത്തുന്നതിന് തൊട്ടു പിന്നാലെയാണ് വീണ്ടും അമേരിക്ക നാട് കടത്തൽ തുടരുന്നത്. ലക്ഷ്മി. മനു അഖിലയാണ് ന്യൂസ് ഡെസ്കിൽ നിന്നും വിവരങ്ങൾ പങ്കുവച്ചത്.